റഹിമഹുള്ള മിർഖാത്തുൽ മഫാത്തിഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഒരാൾ മരണപ്പെട്ടു, അയാളെ സ്വപ്നത്തിൽ കണ്ടു. എന്താ അവസ്ഥ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞ എന്റെ നന്മ തിന്മ തൂക്കി, നന്മ കുറവ്, തിന്മ അധികം, ഫൈൽഡ് എന്ന് മെസ്സേജ് വന്ന് പിടിച്ച എന്നെ നരകത്ത് കൊണ്ടുപോകാൻ മലക്കളൊക്കെ ഒരുങ്ങി. അപ്പോഴെന്റെ നന്മന്റെ തട്ടിൽ എന്തോ ഒരു തുണിസഞ്ചി ഇങ്ങനെ വീണ്, ഈ അത്തറല് പൊതിയുന്ന പോലത്തെ ഉണ്ടാവില്ല, ഒരു സഞ്ചി മേലെ കെട്ടിയിട്ട് ആണ്. അപ്പോഴേക്കുണ്ട് സക്സീഡ്, വിജയിച്ച മെസ്സേജ് വന്ന് തിരുത്തി. ഇയാൾ പരാജയപ്പെട്ടിട്ടില്ല, വിജയിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷായി. ഞാൻ ആ തുണി എടുത്തിട്ട് വല്ല തുറന്നു നോക്കുമ്പോ എന്താ ഉള്ളത്? ഊതും അത്തറല്ല ഉള്ളത്. എന്താ ഉള്ളതെന്ന് അറിയാം? കുറച്ച് മണ്ണ്. ഇതെന്താ റബ്ബേ? അതെ, ദുനിയാവിലെ ഒരാളെ കബറടക്കിയ സമയത്ത് മിൻഹ ഖലഖനാക്കുന്നിട്ട് മണ്ണിടൽ സുന്നത്തുണ്ടല്ല, ആ ഇട്ട മണ്ണാണ്. ആ ഇട്ട മണ്ണാണത്. ഈ ചരിത്രം എനിക്കൊരു പ്രമുഖ സ്ഥാപനത്തിൽ ഒരു മുദരിസാണ് മിർഖാത്തിൽ നിന്ന് കാണിച്ചു തന്നത്. ആ മുദരിസ് ഇത് കാണിച്ചു തന്നതിന് ശേഷം എന്നോട് പറഞ്ഞു, ഈ ചരിത്രം കണ്ടതിന് ശേഷം ഞാൻ ഈ സുന്നത്ത് കുറച്ചുകൂടി ജാഗ്രതയോടെ എടുക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ലോണം മണ്ണ് വാരി എടുക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ സുന്നത്ത് 2 കൈ കൊണ്ട് മണ്ണ് വാരല, 3 വട്ടം. മിൻഹാ ഖലഖനാക്കും എന്ന് തുടങ്ങുന്ന നമ്മള് ഖബറടക്കത്തിന് ഒന്ന് പങ്കെടുക്കൂല. നമ്മൾ മരണത്തിറക്കാം. എത്ര മണിക്കാ ഖബറടക്കം? മയ്യത്തുസ്കാരം 12:40. കൃത്യം തുടങ്ങൂല. ഇവിടെ സമയമില്ല കേട്ടോ. മരണത്തിറക്കാം. ഈ തിരക്ക് ഏതുവരെ ഉണ്ടാവും എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബറിലെത്തുന്നവരെ തിരക്കുണ്ടാവും. അത്തരക്കാർക്ക് ഭയങ്കര തിരക്കായിരിക്കും. ഖബറിലേക്ക് പിന്നെ കഫം പുടക്ക് കീശയില്ലാത്തോണ്ട് ഫോണ് ബിസി ആവൂല, ഉണ്ടാവില്ല. കറക്റ്റ് വൈദ്യസ്കാരത്തിനെത്തും. ഖബറടക്കത്തിന് പങ്കെടുക്കും. ഇനി അഥവാ പങ്കെടുത്താൽ തന്നെ മണ്ണ് തൊടോ? ഇല്ല, വെരി ഡീസന്റ് ടീമല്ലേ. ഇനി അഥവാ മണ്ണ് തൊട്ടാൽ തന്നെ ഇതാ ഇങ്ങനെ ഇട്ട് ടിഷ്യൂ ഉണ്ടോ? ടിഷ്യൂ ഒക്കെ വെള്ളം. അല്ലെങ്കിൽ നമ്മൾ എവിടത്തേക്ക് പോകേണ്ടത്? ഖബറിലേക്ക് തന്നെയല്ലേ പോകേണ്ടത്. ഇനി മുതൽ ഈ കേൾക്കുന്ന മുഅ്മിനീങ്ങൾ മണ്ണ് വാരിയിടണം. ഭയങ്കര സുന്നത്താ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈആ, ഒരു നല്ല കാര്യം ചെറുതായി കാണരുത്.